തെക്കൻ ബഹ്റൈനിലെ തന്ത്രപ്രധാന കേന്ദ്രം ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളും ഡ്രോണുകളും വ്യോമപ്രതിരോധ സേന തകർത്തു. ഇന്ന് പുലർച്ചെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണശ്രമം പരാജയപ്പെടുത്തിയതായി നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ വിമാന സർവീസുകൾ മുടങ്ങിയ സാഹചര്യത്തിൽ ബഹ്റിൻ കേരളീയ സമാജം ഒരുക്കിയ ആദ്യ ചാർട്ടേഡ് വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചു. ഗൾഫ് എയറുമായി സഹകരിച്ച് ദമാം വഴിയാണ് യാത്ര ക്രമീകരിച്ചത്. സമാജം പ്രസിഡന്റ് പി.വി. രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും ചേർന്ന് യാത്രക്കാരെ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാർച്ച് 16, 17, 20 തീയതികളിലും കൊച്ചിയിലേക്ക് കൂടുതൽ ചാർട്ടേഡ് സർവീസുകൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റിയാദും കിഴക്കൻ പ്രവിശ്യയും ലക്ഷ്യമിട്ട് ഇന്നെത്തിയ ഇറാന്റെ 27 ഡ്രോണുകളും 6 ബാലിസ്റ്റിക് മിസൈലുകളും സൗദി പ്രതിരോധ സേന വിജയകരമായി തകർത്തു. അൽ ഖർജ് ഗവർണറിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി തുടരുന്ന ഇത്തരം ആക്രമണങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് സൗദി വ്യോമ പ്രതിരോധ സംവിധാനം നേരിടുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചന നൽകി കെ. സുധാകരൻ. തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടിയുടേതാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ അടുത്ത അനുയായിയായിരുന്ന കാപ്പാടൻ രമേശന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ കൈമാറ്റ ചടങ്ങിനിടെയായിരുന്നു സുധാകരന്റെ ഈ പ്രതികരണം. സംസ്ഥാന ഗതാഗത നിയമലംഘന പിഴത്തുകയിൽ സർക്കാർ 50% ഇളവ് പ്രഖ്യാപിച്ചു. 2024 ഡിസംബർ 31 വരെയുള്ള ട്രാഫിക് കേസുകൾക്കാണ് ഈ ആംനസ്റ്റി ആനുകൂല്യം ലഭിക്കുക. കുടിശ്ശികയുടെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും കോടതികളിലേക്ക് തിരക്ക് കുറയ്ക്കാനുമാണ് ഈ തീരുമാനം. ഏപ്രിൽ 30-നകം പിഴ അടച്ചു തീർക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഇളവ് ലഭിക്കുക.